അവസാനമായിട്ട് കാണാൻ വന്നത്. സഖാവിനെ ഒരു നോക്ക് അവസാനമായി കാണാൻ വന്നത്. തലശ്ശേരി തന്നെയാണ് വരുന്നത്. നാട് ഇവിടെ തന്നെയാണോ? തലശ്ശേരി ചുക്ലി പഞ്ചായത്ത്. കണ്ണൂരിൽ നിന്ന് ഇന്നലെ രാത്രി തിരിച്ചതാ? ഇന്നലെ സന്ധ്യക്ക് തിരിച്ചതായിരുന്നു. ഇന്നലെ 7 മണിക്ക് തിരിച്ച് ഇന്ന് രാത്രി പുലർച്ചെ ഇവിടെ എത്തി. ഇപ്പോൾ ഇത് ക്യൂ നിൽക്കാണ്. VS അവസാനം നമ്മളെ വിപ്ലവ നായകനെ കണ്ടിട്ടേ പോവുള്ളൂ. ഈ അത്രയും സ്നേഹം ഉണ്ട്. ഉണ്ട് വിപ്ലവ നായകൻ തന്നെ സ്നേഹമുണ്ട്. സഖാവല്ലേ അവസാനത്തെ കണ്ണിയാ. അത് ഇതുപോലത്തെ ഒരു നേതാവിനി ഉണ്ടാവുമോ എന്നുള്ളതാണ് നമുക്കുള്ളൊരു ആശയവും ആവലാതിയും ഒക്കെ ഉള്ളത്. അതിനെ പറ്റി ആ നേതാവിൻ്റെ വിയോഗമാണ് ഇതിനെ നേരെ അവസാനമായി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. കണ്ടിട്ടേ പോകും. അതെ, ഒരു കണ്ണൂരിൽ നിന്ന് വന്ന ആൾക്കാരാണ്, വിവിധ ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാരാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി. എവിടെ നിന്നാണ്? ഇവിടെ ഉള്ളതാണോ? വയനാട് നിന്ന് വരികയാണ്. VS അച്യുതാനന്ദന് സഖാവിന് വയനാട് ജില്ലയുടെ അനുശോചനം നേരിട്ട് അറിയിക്കാൻ വേണ്ടി വയനാട് ജില്ലയിൽ നിന്ന് വരികയാണ് ഞങ്ങൾ. ഇന്നലെ ഇത് അറിഞ്ഞ ഉടനെ തിരിച്ചോ അതോ പുലർച്ചെയാണോ തിരിച്ചോ? എപ്പോഴാണ് ഇറങ്ങി? ഇന്നലെ 4 മണിക്ക് മാനന്തവാടിയിൽ നിന്ന് തിരിക്കുകയാണ് ഉണ്ടായത്. 70 സഖാക്കൾ ഒരുമിച്ച് വരികയാണ്. അല്ലെ, സഖാവ് വയനാട് ജില്ലയ്ക്ക് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട് ജില്ലയിൽ സഖാവ് കർഷകരെയും കർഷക ജനതയും ചേർത്ത് നിർത്തിയൊരു സഖാവ്. 2006 മുമ്പ് UDF ഭരണകാലത്ത് ഒട്ടനവധി കർഷക ആത്മഹത്യ നടന്നൊരു ജില്ലയാണ്, പിന്നോക്ക ജില്ലയാണ് വയനാട് ജില്ല. ആ വയനാട് ജില്ലയിലൂടെ ഒരു പ്രത്യേക പാക്കേജ് തന്നെ 2006 മന്ത്രിസഭയിൽ നടത്തിക്കൊണ്ട് ആ വയനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ത്യാഗോജ്വല പ്രവർത്തനം നടത്തിയ ഒരു സഖാവ്. ആ സഖാവിനെ പറയുമ്പോൾ ശരിക്കും സഖാവിനെ കുറിച്ച് പറയുമ്പോൾ വയനാട്ടുകാർക്ക് ഏറെ വിഷമകരമായൊരു ദുഃഖം നമ്മൾ ഈ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ. അതെ, അത് കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാർ, വയനാട്ടിൽ നിന്നുള്ള ആൾക്കാർ എവിടെ നിന്ന് വരുവാ? വയനാട്ടിൽ നിന്ന് സഖാവിനെ കാണാൻ വയനാട് നിന്ന് എല്ലാവരും ഒരുമിച്ച് വന്നയാ? ഇന്നലെ രാത്രി തന്നെ തിരിച്ചു? ഇന്നലെ രാത്രിയല്ല, വൈകുന്നേരം 4 മണിക്കേ തിരിച്ചു. VS-നോട് വല്ലാത്ത സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉറപ്പിച്ചു. അത് തന്നെയാണ് ഞങ്ങൾക്കും. അതെ, കണ്ണും കരളുമാണ് VS അണികൾക്ക്. നമ്മള് 3 ദിവസമായിട്ട് അത് പണ്ട് നമ്മൾ കേട്ടു. 2019 മുമ്പ് VS വരുന്ന പരിപാടികളെല്ലാം കേട്ടിട്ടുണ്ട്. എവിടെ നിന്ന് വരിക? മലപ്പുറം. ഇന്നലെ തിരിച്ചതാ? അതെ, ഞങ്ങളെ ഇന്നലെ തിരിച്ചതാണ്. ഇന്നലെ ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 7:30 മണിക്ക് ഇറങ്ങുക. അതിന് മലപ്പുറത്തുനിന്ന് ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, അതിൻ്റെ ഒരു വികാരം സഖാവ് VS എന്നുള്ളത് തന്നെയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച്, ഈ 3 ആളുകളെ സംബന്ധിച്ച് മാത്രമല്ല, ഈ ലോക മലയാളികൾ മുഴുവൻ ഇന്ന് കണ്ണീരോട് കൂടിയുള്ളൊരു വാർത്ത 2 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പരിച്ഛേദമാണ്. നമ്മളൊക്കെ അറിയാം, പാർട്ടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തതിന് ശേഷം ഈ സമയം വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപാലവൃദ്ധം ജനങ്ങൾ, കുട്ടികളടക്കം കണ്ണീരോടുള്ള മുദ്രാക്കം വിളിച്ചിട്ട് സഖാവ് VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്നുള്ളത് തന്നെ നമുക്കറിയാം. VS-ൻ്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തു പോയിട്ടുള്ള വലിയൊരു നേട്ടമാണ്. കൊടികാട് നിറഭേദങ്ങൾക്കപ്പുറത്ത് സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് VS 80ാമത്തെ വയസ്സിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായി. അതിനപ്പുറത്ത് 50 കൊല്ലക്കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ മെമ്പർഷിപ്പിൽ ഇരുന്ന് അത്തരത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് നേതൃത്വത്തിലിരുന്ന സഖാവ് VS-നെ സ്മരിക്കുക എന്നല്ലാതെ മറ്റു വാക്കുകൾ ഈ ആദരവോടുകൂടി പറയാൻ ഞങ്ങൾക്കില്ല. അതെ, വിവിധ ജില്ലകൾ, ഇപ്പോൾ കണ്ണൂരുകാരെ കണ്ടു, വയനാട്ടുകാരെ കണ്ടു, മലപ്പുറംകാരെ കണ്ടു. എവിടെ നിന്ന് വരുവാ? കണ്ണൂർ കൂത്തുപറമ്പ് പിണറായി. എത്ര നേരം നിന്നാലും കണ്ടിട്ടേ പോകത്തുള്ളൂ? അത് പിന്നെ ഇത്രയും കിലോമീറ്റർ അകലത്താണ് വന്നത്. ഇന്നലെ വന്നതാണ്. ഉറങ്ങിയിട്ടില്ല, പല്ല് വെച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, ഒന്നുമില്ല. VS എന്ന് പറഞ്ഞാൽ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു ഇതിഹാസമല്ലേ. നെഞ്ചിൽ കുത്തിയൊക്കെയാണ്. ആണ് VS.